നമസ്കാരം, പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന തലക്കെട്ടുകൾ. വിമാനയാത്രികർക്ക് തിരിച്ചടിയായി ടിക്കറ്റ് നിരക്ക്. ഏറ്റവും കുറഞ്ഞ നിരക്ക് 1000 ദിർഹത്തിന് മുകളിൽ. സെപ്റ്റംബർ 30 വരെ വിലയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്ന് റിപ്പോർട്ട്. പൈലറ്റുമാരെ തടഞ്ഞുവെച്ചെന്ന ഇറാൻ വാദം തള്ളി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. പൈലറ്റുമാർ തങ്ങളുടെ കസ്റ്റഡിയിലില്ലെന്ന് മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി. ഇറാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഖത്തർ. യുഎയിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും. പൊടിപടലങ്ങൾ ഉയരാനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ജിദ്ദയിൽ 2 അനധികൃത കേന്ദ്രങ്ങൾക്ക് പൂട്ട്. പിടിച്ചെടുത്തത് 3.4 ടൺ ഭക്ഷ്യവസ്തുക്കൾ. നടപടി ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാൽ. വിശദമായ വാർത്തകളിലേക്ക്. യുഎയിൽ ഇന്നു മുതൽ അടുത്ത 5 ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചില സമയങ്ങളിൽ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ഇന്ന് രാജ്യത്തിന്റെ വടക്കൻ കിഴക്കൻ മേഖലകളിൽ അന്തരീക്ഷം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഈ പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ ഉൾപ്രദേശങ്ങളിൽ താപനില 44 ഡിഗ്രി സെൽഷ്യസ് മുതൽ 49 ഡിഗ്രി സെൽഷ്യസ് വരെയും തീരദേശങ്ങളിലും ദ്വീപുകളിലും 40 ഡിഗ്രി സെൽഷ്യസ് മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും. മലനിരകളിൽ താപനില 32 ഡിഗ്രി സെൽഷ്യസ് മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. ഇന്ന് രാത്രിയിലും നാളെ രാവിലെയുമായി പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ ഈർപ്പമുള്ള അന്തരീക്ഷമായിരിക്കും. നേരിയ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. കാറ്റിന്റെ വേഗത 10 മുതൽ 30 കിലോമീറ്റർ വരെയായിരിക്കുമെങ്കിലും കടൽ പൊതുവെ ശാന്തമായിരിക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം കിഴക്കൻ മേഖലകളിൽ മഴ തുടരും. ചൊവ്വാഴ്ച രാവിലെയോടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഈർപ്പം വർദ്ധിക്കുകയും മൂടൽമഞ്ഞ് അനുഭവപ്പെടുകയും ചെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഈ ദിവസങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെയായി ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങിയേക്കാം. തുടർച്ചയായി 5 ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചിട്ടുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. NTV, അബുദാബി. വേനലവധിക്ക് ശേഷം നാട്ടിൽ നിന്ന് യുഎയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് മേൽ തീ വിലയുമായി വിമാന ടിക്കറ്റ് നിരക്ക്. 250 മുതൽ 300 ദിർഹത്തിന് ലഭിച്ചിരുന്ന ടിക്കറ്റിന് ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് 1000 ദിർഹത്തിന് മുകളിലാണ്. വേനലവധിക്ക് ശേഷം നാട്ടിൽ നിന്ന് യുഎയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് മേൽ തീ വിലയുമായി വിമാന ടിക്കറ്റ് നിരക്ക്. 4 പേരുള്ള കുടുംബം കൊച്ചിയിൽ നിന്ന് ദുബായിലെത്താൻ ഏകദേശം 1.5 ലക്ഷം രൂപ മുടക്കണം. എയർ ഇന്ത്യ എക്സ്പ്രസിനാണ് ഏറ്റവും കുറഞ്ഞ നിരക്ക്, 1387 ദിർഹം. ഇൻഡിഗോ 1549 ദിർഹവും എയർ ഇന്ത്യ 1417 ദിർഹവും സ്പൈസ് ജെറ്റ് 1433 ദിർഹവുമാണ്. എമിറേറ്റ്സിന് 1757 ദിർഹമാണ് നിരക്ക്. കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് 1056 ദിർഹമാണ് ഇൻഡിഗോയുടെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. ഇത്തിഹാദ് 1293 ദിർഹവും ആകാശയ്ക്ക് 1315 ദിർഹവുമാണ് നിരക്ക്. നിരക്ക് വീണ്ടും കൂടാനാണ് സാധ്യതയെന്നും റിപ്പോർട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ നിരക്ക് 1430 ദിർഹമാകും എയർ ഇന്ത്യ എക്സ്പ്രസിന്. വരുന്ന ആഴ്ചകളിൽ 1 ലക്ഷത്തിനടുത്താണ് ഒരാൾക്കുള്ള നിരക്ക് വരിക. 4 പേരുടെ കുടുംബം നാട്ടിൽ നിന്ന് തിരികെ ജോലിക്കെത്തണമെങ്കിൽ കുറഞ്ഞത് 4 ലക്ഷം രൂപയെങ്കിലും ചെലവാക്കണം. ഈ മാസം ഒരു ദിവസം പോലും നിരക്ക് കുറയുന്നില്ല. സെപ്റ്റംബർ 4-5 തീയതികളിലും 8-ാം തീയതിക്ക് ശേഷവുമാണ് നിരക്ക് അല്പമെങ്കിലും താഴുന്നത്. എന്നാൽ സെപ്റ്റംബർ 30 വരെ വിമാന ടിക്കറ്റുകളിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, NTV. യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുമാരെ തടഞ്ഞുവെച്ചെന്ന ഇറാൻ വാദം തള്ളി ഖത്തർ. പൈലറ്റുമാർ തങ്ങളുടെ കസ്റ്റഡിയിലില്ലെന്നും ഇറാൻ അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി വ്യക്തമാക്കി. യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുമാരെ തടഞ്ഞുവെച്ചുവെന്ന ഇറാൻ വാദം തള്ളിയിരിക്കുകയാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഖത്തറി വ്യോമപാത കടന്നുവന്ന ജെറ്റുകളുടെ പൈലറ്റുമാരുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി വ്യക്തമാക്കി. വ്യോമാതിർത്തി ലംഘിച്ചതിനെ തുടർന്നും ആക്രമണപാത സ്ഥിരീകരിച്ചതിനെ തുടർന്നുമാണ് ബന്ധപ്പെട്ട പൈലറ്റുമാരുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചതെന്ന് അൽ അൻസാരി വ്യക്തമാക്കി. പ്രവർത്തന നിയമാവലികളെല്ലാം പാലിച്ച് പൈലറ്റുമാരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ല. തുടർന്ന് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി രാജ്യത്തിന്റെ ഭൂപ്രദേശം സംരക്ഷിക്കുന്നതിനായി ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. കാണാതായ പൈലറ്റുമാർക്ക് വേണ്ടി അത്യാധുനിക സംവിധാനങ്ങളുള്ള ഖത്തറിന്റെ റെസ്ക്യൂ ടീമുകൾ രംഗത്തിറങ്ങിയിരുന്നുവെന്നും അൽ അൻസാരി എടുത്തു പറഞ്ഞു.
തിരച്ചിൽ കടലിൽ നിന്ന് കണ്ടെത്തിയ ഒരു പൈലറ്റിന്റെ ഭൌതികാവശിഷ്ടം കൈമാറുന്നതിനായി അന്താരാഷ്ട്ര നിയമവ്യവസ്ഥകൾക്ക് വിധേയമായി ഇറാനിയൻ അധികൃതരുമായി രാജ്യം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ രക്ഷാപ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി ഇറാനിയൻ പ്രതിനിധി സംഘത്തെ ഖത്തറിലേക്ക് ക്ഷണിച്ചിരുന്നെങ്കിലും ആ ക്ഷണത്തോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. NTV, ഖത്തർ. ജിദ്ദയിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന 2 കേന്ദ്രങ്ങളിൽ നിന്നായി 3.4 ടൺ ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചതായി മുനിസിപ്പാലിറ്റി അറിയിച്ചു. ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും ഉറവിടം വ്യക്തമല്ലാത്തതുമായ ഇറച്ചിയും മാവുമാണ് അധികൃതർ പിടിച്ചെടുത്തത്. ജിദ്ദയിലെ ഉമ്മൂസലം ഏരിയയിൽ നടത്തിയ സംയുക്ത ഫീൽഡ് പരിശോധനയിലാണ് അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ഈ 2 കേന്ദ്രങ്ങൾ കണ്ടെത്തിയത്. ആദ്യ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ ഉറവിടമറിയാത്ത അറവുശാലാവശിഷ്ടങ്ങൾ ശുചിത്വമില്ലാത്ത അന്തരീക്ഷത്തിൽ കൂട്ടിവെച്ചതായി കണ്ടെത്തി. ഇവ സൂക്ഷിച്ചിരുന്ന 9 റെഫ്രിജറേറ്ററുകളിലെ സാധനങ്ങൾ ചീഞ്ഞുപോയ നിലയിലായിരുന്നു. ഇവിടെ നിന്നും കണ്ടെടുത്ത 2.5 ടൺ ഇറച്ചി പൂർണ്ണമായും നശിപ്പിച്ചു. ഉപയോഗിച്ചിരുന്ന ഫ്രീസറുകൾ കണ്ടുകെട്ടുകയും സ്ഥാപനം പൂട്ടിക്കുകയും ചെയ്തു. സ്ഥാപനത്തിലുണ്ടായിരുന്ന തൊഴിലാളികളെ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. രണ്ടാമത്തെ കേന്ദ്രത്തിൽ വലിയൊരു കോമ്പൌണ്ടിനുള്ളിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന ബേക്കറിയാണ് കണ്ടെത്തിയത്. വൃത്തിഹീനമായ നിലയിലായിരുന്നു ഇവിടെ റൊട്ടികളുടെ നിർമ്മാണം. പരിശോധനയിൽ 900 കിലോഗ്രാം മൈദ, 65 ബാഗ് ഉണക്കിയ റൊട്ടി, ഉറവിടമറിയാത്ത ചോളം എന്നിവ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. നിർമ്മാണത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ കണ്ടുകെട്ടുകയും സ്ഥലം പൂർണ്ണമായും പൂട്ടി സീൽ ചെയ്യുകയും ചെയ്തു. ഉമ്മുസലം സബ് മുനിസിപ്പാലിറ്റി, സക്കാത്ത്, ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി, വാണിജ്യ മന്ത്രാലയം, ഫീൽഡ് കൺട്രോൾ വിഭാഗം, സിവിൽ ഡിഫൻസ് എന്നിവർ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. നഗരത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനുമുള്ള ഊർജിത ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. NTV, ജിദ്ദ. പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ഓഗസ്റ്റ് 15 ഷാർജ സെന്റ് മൈക്കിൾസ് കത്തോലിക്ക ദേവാലയത്തിൽ റോമൻ കത്തോലിക് മലയാളം ലാറ്റിൻ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ആയിരക്കണക്കിന് മരിയ ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്ന തിരുനാൾ ആഘോഷങ്ങൾ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ആത്മീയ നിറവായി മാറി. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ആഘോഷമായ ദിവ്യബലിയിൽ ഫാദർ സച്ചിൻ ബേബി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാരിഷ് പ്രീസ്റ്റ് ഫാദർ സവരിമുത്തു ആന്റണി, കമ്മ്യൂണിറ്റിയുടെ ആത്മീയ ഗുരു ഫാദർ ജോൺ എഡാട്ട് ഉൾപ്പെടെ 7 വൈദികരും 100ഓളം പ്രസിദ്ധേന്തിമാരും തിരുനാൾ ശുശ്രൂഷകളിൽ പങ്കെടുത്തു. വിശ്വാസികളുടെ വൻ സാന്നിധ്യം തിരുനാൾ ആഘോഷത്തിന് കൂടുതൽ ആത്മീയ ഭംഗി പകർന്നു. വിവിധ കമ്മിറ്റികളുടെയും ഇടവകാംഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനമാണ് തിരുനാളിന്റെ വിജയത്തിന് പിന്നിലെന്നും വിശ്വാസ സമൂഹത്തിന്റെ ഐക്യവും സഹകരണവും തിരുനാൾ ആഘോഷത്തെ കൂടുതൽ മനോഹരമാക്കിയെന്നും പാരിഷ് പ്രീസ്റ്റ് ഫാദർ സവരിമുത്തു ആന്റണി പറഞ്ഞു. പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളും മരിയൻ പ്രദക്ഷിണവും ഉൾപ്പെടെ വിവിധ ആത്മീയ പരിപാടികളോടെ നടന്ന തിരുനാൾ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വിശ്വാസികളുടെ ആഴമായ ഭക്തിയുടെ സാക്ഷ്യമായി മാറി. കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ ഷാജൻ തോമസും തിരുനാൾ കൺവീനർ വിൽഫ്രെഡ് ആൽബർട്ടും തിരുനാൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. NTV, ഷാർജ. റാസൽ ഖൈമയിൽ 80ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷം സമുചിതമായി സംഘടിപ്പിച്ചു. ഇന്ത്യൻ കോൺസൽ BG കൃഷ്ണൻ ദേശീയ പതാക ഉയർത്തുകയും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം വായിക്കുകയും ചെയ്തു. ഡോക്ടർ നിഷാം നൂറുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റാസൽ ഖൈമയിലെ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളും പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. അനു ബാൽനാരായണന്റെയും സുപ്രിയ ഘോഷിന്റെയും നേതൃത്വത്തിൽ കുട്ടികളുടെ മനോഹരമായ കലാപരിപാടികളും വന്ദേമാതരം ആലാപനവും അരങ്ങേറി. IRC ജോയിന്റ് സെക്രട്ടറി മോഹൻ പങ്കജ്, അഡ്മിൻ ഓഫീസർ പത്മരാജ് എന്നിവർ ചടങ്ങിന്റെ ഏകോപനത്തിന് നേതൃത്വം നൽകി. ട്രഷറർ ഡോക്ടർ KM മാത്യു നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ 80ാം വാർഷികം ഇന്ത്യൻ അസോസിയേഷൻ ഉമൽ ഖ്വൈനിൽ പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ നടന്നു. ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ മുഹമ്മദ് മുഹദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സജാദ് നാട്ടിക അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ കോൺസുലേറ്റിലെ വൈസ് കോൺസൽ ഹേമന്ത് ഗിർ ഇന്ത്യൻ പതാകയും പ്രസിഡന്റ് സജാദ് നാട്ടിക UAE പതാകയും ഉയർത്തി. ഇന്ത്യൻ അസോസിയേഷൻ മെമ്പർമാരുടെ മക്കളുടെ ലൈവ് ദേശീയ ഗാനം ആഘോഷത്തിന് പകിട്ടേകി. മെമ്പർമാരും കുടുംബാംഗങ്ങളും അടക്കം ധാരാളം പേർ പങ്കെടുത്തു. ജോയിന്റ് ട്രഷറർ ഷിനു ബേബി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യദിനം UAE
മസ്ഫൂത്ത് മലനിരകളിൽ ആഘോഷമാക്കി GCCയിലെ ഏറ്റവും വലിയ സാഹസിക സഞ്ചാരികളുടെ കൂട്ടായ്മയായ A4 അഡ്വഞ്ചർ. വെളുപ്പിന് 4 മണിക്ക് ഇന്ത്യയുടെയും UAEയുടെയും പതാകകൾ കയ്യിലേന്തി മല കയറി സമുദ്രനിരപ്പിൽ നിന്ന് 1850 അടി ഉയരത്തിലുള്ള മസ്ഫൂത്ത് മലനിരകളിൽ പതാക ഉയർത്തി ആഘോഷത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് മറ്റാഘോഷ പരിപാടികളും സ്വാതന്ത്ര്യദിന സന്ദേശവും പ്രതിജ്ഞയും സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങളും നടന്നു. കൂടുതൽ സാഹസിക യാത്രകൾ സംഘടിപ്പിച്ച് അത്തരം യാത്രകളിലൂടെ സമൂഹത്തിലെ സ്നേഹവും സഹോദര്യവും പരസ്പരം വളർത്തുവാൻ സാഹസിക കൂട്ടായ്മകൾക്കും സാധിക്കണമെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ A4 അഡ്വഞ്ചർ സ്ഥാപകൻ ഹരി നോർത്ത് കോട്ടച്ചേരി ആശംസിച്ചു. കുട്ടികളും മുതിർന്നവരുമടക്കം 100-ലധികം പേർ പങ്കെടുത്തു. ജിപ്സ്, അഖിൽ, വിഷ്ണു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ദുബായ് മലയാളി അസോസിയേഷൻ അറേബ്യൻ പൊന്നോണം സീസൺ 3 സെപ്റ്റംബർ 27-ന് ദുബായിൽ നടക്കും. പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം NTV ചെയർമാൻ മാത്തുക്കുട്ടി കടോൺ നിർവഹിച്ചു. DMA രക്ഷാധികാരി അഷ്റഫ് കേച്ചേരി, അഡ്വൈസറി ബോർഡ് ഡയറക്ടർമാരായ ഫൗസിയ സിറാജ്, രഞ്ജുനി മാരാർ, അഞ്ജു ശ്രീകണ്ഠൻ, ഗീതി സോബിൻ, ദുബായ് മലയാളി അസോസിയേഷൻ ചെയർപേഴ്സൺ അജിത അനീഷ്, കൺവീനർ ശിവരാജ്, സെക്രട്ടറി ഷംനാസ്, അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ സൂരജ്, അബ്ബാസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. NTV ആണ് പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ. പ്രവാസികൾക്കിടയിൽ 2018 മുതൽ കഴിഞ്ഞ 8 വർഷം സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദുബായ് മലയാളി അസോസിയേഷൻ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിലാണ് മലയാളികളുടെ ഓണാഘോഷം ഇവിടെ നമ്മുടെ മുന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ദുബായ് മലയാളി അസോസിയേഷൻ കഴിഞ്ഞ 2 വർഷങ്ങളും നടത്തി പോകുന്നത് പോലെ തന്നെ ഇപ്രാവശ്യം അറേബ്യൻ പൊന്നോണം സീസൺ 3 ദുബായ് കിസേസിലുള്ള ഉഡലൻ പാർക്ക് സ്കൂളിൽ വെച്ച് നടത്താൻ പോവുകയാണ്. ഈ ഓണാഘോഷത്തിൽ കഴിഞ്ഞ വർഷം അതേപോലെ തന്നെ ഈ വർഷവും നമ്മോടൊപ്പം മീഡിയ സ്പോൺസറായിട്ട് നമ്മോടൊപ്പം കൂടെ നിൽക്കുന്നത് NTV ആണ്. ഹായ്, നമസ്കാരം. അപ്പം നമ്മളെല്ലാവരും എന്തിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കാൻ പോകുന്നത്? അറേബ്യൻ പൊന്നോണം സീസൺ 3. നിരവധി സെലിബ്രിറ്റികളും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രോഗ്രാമുകളുമായിട്ട് നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ഡേറ്റ് ബ്ലോക്ക് ചെയ്യുക. സെപ്റ്റംബർ മാസം 27-ാം തീയതി മറക്കരുത്. ഈ പൊന്നോണം നമ്മളുടെ മനസ്സിലെന്നും ഓർത്തു വെക്കാൻ പോകുന്ന ഒരു പൊന്നോണമായിരിക്കും അറേബ്യൻ പൊന്നോണം സീസൺ 3. സർപ്രൈസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും സെപ്റ്റംബർ മാസം 27-ാം തീയതി ഇല്ലേ? അപ്പം അറേബ്യൻ പൊന്നോണത്തിന് വരണം. ഇത് നമുക്കൊരു പൊടി പൂരമാക്കണം. ഓക്കെ. NTVയുടെ ചെയർമാൻ ജോസഫ് മാത്തുക്കുട്ടി സാറാണ് നമ്മുടെ ഈ ഓണാഘോഷത്തിൻ്റെ പോസ്റ്റർ പ്രകാശനം ഇന്നിവിടെ നിർവഹിക്കുന്നത്. ദുബായ് മലയാളികളുടെ സാംസ്കാരിക രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ദുബായ് മലയാളി അസോസിയേഷൻ്റെ 2026 ഓണപരിപാടിയായ അറേബ്യൻ പൊന്നോണം 2026 NTVയുടെയും ഞങ്ങളുടെ പ്രേക്ഷകരുടെയും എല്ലാവിധ ആശംസകളും. കാലാവസ്ഥാ റിപ്പോർട്ട്. സ്വർണ്ണവില. വിനിമയ നിരക്ക്. പ്രധാന തലക്കെട്ടുകൾ. വിമാനയാത്രികർക്ക് തിരിച്ചടിയായി ടിക്കറ്റ് നിരക്ക്. ഏറ്റവും കുറഞ്ഞ നിരക്ക് 1000 ദിർഹത്തിന് മുകളിൽ. സെപ്റ്റംബർ 30 വരെ വിലയിൽ കാര്യമായ കുറവുണ്ടാകില്ലെന്ന് റിപ്പോർട്ട്. പൈലറ്റുമാരെ തടഞ്ഞുവെച്ചെന്ന ഇറാൻ വാദം തള്ളി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. പൈലറ്റുമാർ തങ്ങളുടെ കസ്റ്റഡിയിലില്ലെന്ന് മന്ത്രാലയ വക്താവ് ഡോക്ടർ മാജിദ് അൽ അൻസാരി. ഇറാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഖത്തർ. UAEയിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത.
മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശും. പൊടിപടലങ്ങൾ ഉയരാനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ജിദ്ദയിൽ 2 അനധികൃത കേന്ദ്രങ്ങൾക്ക് പൂട്ട്. പിടിച്ചെടുത്തത് 3.4 ടൺ ഭക്ഷ്യവസ്തുക്കൾ. നടപടി ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന്. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. NTV UAE to the world.